കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB അനുമതി നൽകുമെന്നാണ് സൂചന. വിനീത വിജയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. CPIM PB യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ, ഈ കേരളത്തിലെ പരാജയത്തിന്റെ കാരണം വിലയിരുത്തൽ, അതൊക്കെ ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം ജനറൽ സെക്രട്ടറി വിശദീകരിക്കാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഗൂഗിൾ അങ്ങനെ തന്നെയാണ് അറിയുന്നത്. കേരളത്തിലെ അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ CPIM പോളിറ്റ് ബ്യൂറോയുടെ നിർണായക തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തിലാണ് ഈ പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കുക. അത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് PB ഇന്ന് അനുമതി നൽകും എന്നുള്ള ചില സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ അതേസമയം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യത്തോട് അനുഭാവപൂർവമായ നിലപാടല്ല CPIM നേതൃത്വത്തിനുള്ളത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എന്താകും എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിഷയം പരിഗണിക്കുമ്പോൾ ഇക്കാര്യവും ചർച്ചയ്ക്കായി വന്നേക്കുമെന്നാണ് ചില നേതാക്കളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. ഒപ്പം തന്നെ ഈ കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന ഘടകം കഴിഞ്ഞ ദിവസം PBക്ക് മുന്നിൽ വച്ചിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാകും പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പരിഗണിക്കുക. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രതിപക്ഷ ഉപസ്ഥാനം അല്ലെങ്കിൽ നേതാവിന്റെ ഉപനേതാവ് സ്ഥാനം ഇതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കമാണ്. പക്ഷെ CPI അതിനായി നന്നായി പ്രസ് ചെയ്യുന്നുണ്ട്. അതിനോട് എങ്ങനെയായിരിക്കും CPM പ്രതികരിക്കുന്നതെന്ന് കൂടി ഇന്ന് കണ്ടറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.